ജനങ്ങളുമായിട്ട് കൂടുതൽ സംസാരിക്കുക, അങ്ങനെ വീണ്ടും സംസാരിച്ച് തുടങ്ങുക, അതെങ്കിലും തുടങ്ങി വെക്കേണ്ടി വരില്ലേ ഈ പാർട്ടിക്ക്? വലിയ തിരുത്തലുകളൊന്നും ഉണ്ടായില്ലെങ്കിലും ഈ മിനിമം ലെവലിൽ ഇപ്പോൾ അവർ ഉപരിപ്ലവമായി പോലും അഡ്രസ്സ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കണമെങ്കിൽ ജനങ്ങളുമായിട്ട് സംസാരിച്ചു തുടങ്ങുമെങ്കിലും വേണ്ടേ? രാജീവ്, എന്റെ ഉറച്ച ധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താഴത്തെ ലെവലുള്ള മനുഷ്യരൊക്കെ നിരന്തരം ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്നവരാണ്. അവരവരുടെ അഭിപ്രായം പറഞ്ഞാൽ അത് കേൾക്കാനുള്ള ജനങ്ങളോടൊന്നും പറയേണ്ട. ഈ നേതൃത്വം ജനങ്ങളോട് ഇപ്പോൾ ഉള്ളതൊക്കെ ചെയ്താൽ മതി. അങ്ങനെ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വങ്ങളുള്ളത്. പ്രശ്നം ജനങ്ങളുമായി സംസാരിക്കുന്ന, നേരിട്ട് ഇടപെടുന്ന മനുഷ്യർ പറയുന്ന കാര്യം കേൾക്കാനും അംഗീകരിക്കാനും നേതൃത്വം തയ്യാറായാൽ മതി. ഞാൻ കേൾക്കുന്നത് അനുസരിച്ചാണ് എങ്കിൽ മനുഷ്യർ തുറന്ന അഭിപ്രായം പറയാറില്ല. ഇപ്പൊ ശ്രീ രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ സംസ്ഥാന കമ്മിറ്റിയിലാണെങ്കിലും അവരുടെ അഭിപ്രായം തുറന്നു പറയാൻ തയ്യാറായാൽ, CPM സംസ്ഥാന സമിതിയിലിരിക്കുന്ന ഓരോ മനുഷ്യനും ഓരോ ദിവസവും നൂറുകണക്കിന് ആളുകളെ കാണുന്ന ആളുകളാണ്. അപ്പൊ അവര് പറയുന്ന അഭിപ്രായങ്ങൾ കേൾക്കാനും ഉൾക്കൊള്ളാനും കേന്ദ്ര നേതൃത്വം തയ്യാറായാൽ മതി. അതിന് പ്രത്യേകിച്ച് ഇങ്ങനെ ജനങ്ങളുടെ ഇടയിലേക്ക് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇറങ്ങി ചെല്ലേണ്ട ആവശ്യമില്ല. മനുഷ്യർ പറയുന്ന കാര്യങ്ങളിൽ അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളുടെ പേരിലല്ല, അവരുടെ സംഘടനാ ബോധവും അവരുടെ ഇടതുപക്ഷ രാഷ്ട്രീയ ബോധവുമാണ് അവരെ കൊണ്ട് കാര്യങ്ങൾ പറയിപ്പിക്കുന്നത് എന്നുള്ള വളരെ സത്യസന്ധമായ ഒരു നിലപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം എടുത്താൽ അവിടെ വലിയ വ്യത്യാസം വരും എന്നുള്ള തോന്നൽ എനിക്കുണ്ട്. ഞാനിത് പണ്ട് എത്രയോ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ പോലീസ് നയം ഇത് മനുഷ്യരെ വെടിവെച്ച് കൊല്ലുന്ന, മനുഷ്യർക്ക് നീതി ഉറപ്പാക്കാൻ കഴിയാത്ത പോലീസ് നയത്തിൽ ഒരു വ്യത്യാസം വരുത്താൻ എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമിതിക്കോ സെക്രട്ടേറിയറ്റിനോ പറ്റുന്നില്ല എന്നുള്ള ചോദ്യം ഒരു പത്രപ്രവർത്തകന് ഞാൻ ചോദിക്കാൻ തുടങ്ങിയിട്ട് 8 വർഷമായി. ഇത് ഒന്ന് കേൾക്കാനുള്ള സന്മനസ്, സന്മനസ്സല്ല, അത് അവരുടെ ഔദാര്യമല്ല, അതിനുള്ള ഉത്തരവാദിത്വ ബോധം അവർ കാണിച്ചാൽ മതി. അവിടെ വെച്ച് തന്നെ ഇതിന്റെ വലിയ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങും. എനിക്ക് അക്കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നുള്ളതല്ല. ജനങ്ങളുടെ ഇടയിൽ തന്നെയാണ് അവർ ജീവിക്കുന്നത്. പക്ഷെ അവർ പറഞ്ഞ അഭിപ്രായങ്ങൾ കേൾക്കാൻ, അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അതിന്റെ പേരിൽ അവർ നടപടി നേരിടേണ്ടി വരില്ല എന്ന് അവർക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റിയാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോഴും അതങ്ങനെ പ്രത്യേകിച്ച് ഒരു പാർട്ടി, അത് മനുഷ്യരുടെ ഇടയ്ക്ക് ജീവിക്കുന്ന നേതാക്കന്മാർ തന്നെയാണ് ഇപ്പോഴും ആ പാർട്ടിയെ കൊണ്ടു നടക്കുന്നത് എന്നുള്ള തോന്നലാണ് എനിക്കുള്ളത്. അങ്ങനെ വരുമ്പോഴാണ് ഇത് എവിടെയാണ് ഇതിന്റെ പ്രശ്ന പരിഹാരം കിടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചും മനുഷ്യർക്ക് മനസ്സിലാവും, പാർട്ടിക്ക് മനസ്സിലാകേണ്ടതാണ്. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ജനങ്ങളിലെ എന്താണ് ചിന്തിക്കുന്നത്, മനുഷ്യർക്ക് എന്താണെന്നുള്ളതൊക്കെ ആളുകൾക്കറിയാം. അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ പാർട്ടിയുടെ ഈ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ മതി എന്നുള്ള തോന്നലാണ് എനിക്കുള്ളത്.